ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിനോടനുബന്ധിച്ച് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തം. നാളെ അവധി നൽകി പകരം ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കി ക്രമീകരിക്കാവുന്നതാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി പറഞ്ഞു. തിങ്കളാഴ്ച അവധി നൽകുന്നതായിരിക്കും നല്ലതെന്ന് PA മുഹമ്മദ് റിയാസും പറഞ്ഞു. അല്ല, അവധി കൊടുക്കണം എന്നുള്ള തന്നെയാണ് പൊതുവെ അഭിപ്രായമുള്ളത്. അതെ, അവധി കൊടുക്കുന്നതാണ് നല്ലത്. അല്ല, അത് ചർച്ച ചെയ്യട്ടെ, സർക്കാർ ചർച്ച ചെയ്യട്ടെ. അവധി ആവശ്യം ശക്തമാക്കുകയാണ് കുട്ടികളും. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, അവധി വേണം എന്നാണ് എല്ലാവരും, സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ഇത്തരം ഒരു ആവശ്യം ഉയരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളും അതേ ആവശ്യം പങ്കുവയ്ക്കുന്നു. എന്തായാലും മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ശിവൻകുട്ടി പറയുന്നത് മറ്റേതെങ്കിലും ഒരു ദിവസം ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കി ക്രമീകരിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ നാളെ അവധി നൽകാമെന്നും പറയുന്നുണ്ട്. അദ്ദേഹം പറയുമ്പോൾ നമുക്കും അത് സെൻസിബിളായി തോന്നുകയാണ്. എന്തായാലും ഇത്രയധികം ആവേശം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്ഥിതിക്ക്, പ്രായഭേദമന്യേ എല്ലാവരും ലോകകപ്പ് ആവേശമങ്ങ് നെഞ്ചേറ്റിയ സ്ഥിതിക്ക് ഉറപ്പായാലും ഒരു അവധിക്കൊക്കെ അർഹതയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ശ്യാമിലി, നമ്മൾ പറയുന്ന പോലെ അല്ല, വിദ്യാർത്ഥികളുടെ ഒരു വലിയ കൂട്ടം ജേഴ്സിയൊക്കെ അണിഞ്ഞ് കാത്തിരിക്കണേണ്. പക്ഷെ ഒരേ ഒരു ആവശ്യമുള്ളൂ, ഇന്ന് കളി കാണണമെങ്കിൽ അവധി കൊടുക്കണമെന്നാ. എന്താണ് മക്കളെ, അവധി വേണോ? എന്താ കാര്യം? എന്താ കളി നാളെ അവധി ഇല്ലെങ്കിൽ വീട്ടുകാര് കാണാൻ സമ്മതിക്കൂല. എന്തു പറയും? സ്കൂളിൽ പോകണം. അപ്പൊ എന്തായാലും അവധി വേണം. വേണം. എന്താ എല്ലാ കളി കാണാറുണ്ടായിരുന്നാ? പരീക്ഷ ഉള്ളതുകൊണ്ട് നാളെ കൊണ്ടുപോലെന്ന് പറഞ്ഞു. ഇന്ന് കളി കാണിക്കില്ലെന്ന് പറഞ്ഞു പുലർച്ചെ കൊണ്ടുപോയി. പക്ഷെ കളി കാണണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലോണം കാണണം. അപ്പൊ സർക്കാരിനോട് എന്താ പറയാനുള്ളത്? പ്ലീസ് നാളെ ഹോളിഡേ ആക്കണേ. പ്ലീസ് നാളെ ഹോളിഡേ ആക്കണം. അവധി എന്താണ് മക്കളെ, നാളെ അവധി വേണമെന്നല്ല? വേണം. മോളെ ഇങ്ങോട്ട് വന്നേ. കളിയൊക്കെ കാണാറുണ്ടായിരുന്നാ? ഇപ്പൊ പുലർച്ചെയൊക്കെ അല്ല കളി നടക്കണം. അപ്പൊ എങ്ങനെയാണ് നാളെ പഠിക്കാൻ പോകാൻ പറ്റുമോ? ഇല്ല, പഠിക്കാൻ പറ്റില്ല. വീട്ടുകാര് അവധി തരുമോ? ഇല്ല, തരൂല. തന്നാലല്ലേ സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റുള്ളൂ. എന്താ മോളെ? കളക്ടർ അവധി തന്നാലല്ലേ പറ്റുള്ളൂ സ്കൂളിൽ പോകാൻ. മോനെ എങ്ങനെയാടാ, കളിയെല്ലാം കാണാറുണ്ടായിരുന്നാ? കളി എല്ലാവരും കാണും. നാളെ കളി കാണാൻ പറ്റുമോ? പറ്റില്ല, ഹോളിഡേ ഇട്ടാലേ കാണാൻ പറ്റുള്ളൂ. അത് വീട്ടുകാര് സമ്മതിക്കോ? സമ്മതിക്കൂല, ഹോളിഡേ ഇട്ടിടും. ഹോളിഡേ വേണോ? വേണം. ആഗ്രഹമുണ്ട്. ഉണ്ട്. കളി കാണണം. ഏതാ ടീം? പോർച്ചുഗൽ. പോർച്ചുഗൽ തോറ്റുപോയില്ലേ? ഇവിടെ എത്ര പേരാണ് പോർച്ചുഗലുകാരൊക്കെ ആരൊക്കെ ഉള്ളത്? സ്പെയിൻ ജയിക്കും. സഹിൻ ഒറ്റപ്പെട്ടു. സഹിൻ അവിടെ ഒറ്റപ്പെട്ടു. സഹിനെ ഗാലറി സഹിനെതിരാണ്. എന്റെ സേതു എന്റെ നെഞ്ചത്തിട്ടാണ് ഇവര് കുത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഗാലറി എതിരാണ്. എന്റെ ഇവരുടെ മാതാപിതാക്കളൊക്കെ ഉണ്ട്. എന്താ കുട്ടികൾക്ക് ഈ അവധിയൊക്കെ കൊടുക്കണ്ടേ? എന്നാലല്ലേ ഇവർക്ക് പഠിക്കാൻ. അവധി കൊടുക്കണം. കാരണം ഞങ്ങളൊക്കെ സ്കൈലൈൻ ഇമ്പീരിയൽ ഗാർഡൻസിലെ താമസക്കാരാണ്. അപ്പോൾ നാളെ ഞങ്ങളിവിടെ നമ്മുടെ ക്രൂസിൽ, ക്ലാസിക് ഇമ്പീരിയലൊക്കെ നമ്മൾ ക്രൂസ് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പിള്ളേർക്കൊക്കെ അവധി കൊടുത്താലല്ലേ പിള്ളേർക്കൊക്കെ കാണാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കളക്ടർ ഇതിനൊരു ഡിസിഷൻ എടുക്കണം, അവധി കൊടുക്കണം. ഞങ്ങളൊക്കെ മെസ്സിയുടെ ഫാനാണ്. പിള്ളേരൊക്കെ എനിക്ക് ഒരാളുണ്ട് കേട്ടാ. എന്താ അവധി കൊടുക്കണം? അല്ല, തീർച്ചയായിട്ടും കൊടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള സ്പോർട്ട് സ്കൈലൈനിലില്ല. ഫുട്ബോൾ മെസ്സിയുടെ ഒരു ആരാധകനാണ്. പ്രേം മെസ്സിയുടെ കളി കാണാൻ വേണ്ടി റഷ്യയിൽ പോയിട്ടുള്ള ആളാണ്. അതെ, അപ്പോൾ ആ ഒരു സ്പിരിറ്റ് പിള്ളേർക്കും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവധി കൊടുക്കണം. ഫൈനൽ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ കേരളത്തിലെ പിള്ളേരൊക്കെ ഇങ്ങനെ ഫുട്ബോൾ കളിച്ചെടുക്കണം? തീർച്ചയായിട്ടും അവധി വേണം. കാരണം ഞങ്ങളൊക്കെ നമ്മുടെ പിള്ളേരെ കൊണ്ട് കപ്പലിൽ കൊണ്ട് കാണിക്കണം നമ്മൾ കളി. അപ്പോൾ അത് കാരണം ഇവര് അടുത്ത ജനറേഷനിൽ വേൾഡ് കപ്പ് കളിക്കാനുള്ള ടാലന്റ് ഉള്ള പിള്ളേരുകൾ. അടുത്ത ജനറേഷൻ വേൾഡ് കപ്പ് കളിക്കാനുള്ള. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടാം, അവധി വേണമെന്ന്. ശരി. എന്തായാലും അതെ, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കൊക്കെ ഒരേ സ്വരം തന്നെയാണ് ഈ അവധിയുടെ കാര്യത്തിൽ. അവധി വേണമെന്നാണ് പറയുന്നത്. എന്തായാലും കുട്ടികൾ അവധി ഉണ്ടാവുക എന്നുള്ളത്, ഈ സ്കൂളിൽ വിടുക എന്നുള്ളത് ഒരു കൂട്ടുത്തരവാദിത്തം പോലെയാണല്ലോ. രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു ഇരിപ്പുവശവും ധാരണയുമാണല്ലോ അതിലുള്ളത്. അതുകൊണ്ട് കൃത്യമായി ഉറങ്ങണം. ഉറങ്ങിയാലേ രാവിലെ എഴുന്നേക്കുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ സ്കൂളിലേക്ക് കൃത്യസമയത്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിലും സ്കൂളിൽ എത്തുകയുള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവർക്കും ലോകകപ്പ് കാണണമെങ്കിൽ തീർച്ചയായും കുട്ടികൾ അതുമായി സഹകരിക്കണം. അതിനവർക്ക് എന്തായാലും അവധിയും വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി.